പഴകുളം മധു, ദേവസ്വം ബോർഡ് അധ്യക്ഷന്റെ പ്രതികരണത്തിൽ, ഖേദപ്രകടനത്തിൽ കോൺഗ്രസിന്റെ പ്രതികരണം എന്താണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടല്ല അവിടെ ആക്ട് ചെയ്തത്. അദ്ദേഹം CPM പാർട്ടിയുടെ ആജ്ഞാനുവർത്തിയെ പോലെയാണ്. ദേവസ്വം ബോർഡിൽ ഇപ്പോൾ നടക്കുന്ന ഓരോ പ്രവൃത്തികളും ഭക്തന്മാർക്കോ വിശ്വാസികൾക്കോ ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതിന്റെ ഒരു 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 പ്രതീകാത്മകമായ നടപടിയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തിയ ഈ മാമാങ്കത്തിൽ കണ്ടത്. അവിടെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന മാതൃകയിൽ ശ്രീ പ്രശാന്ത് അയ്യപ്പനെ വിളിച്ചത് അയാളുടെ അല്പത്വം കൊണ്ടാണ്, അയാളുടെ അടിമത്വം കൊണ്ടാണ്. അയാൾ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ അയാൾ കോൺഗ്രസിലായിരുന്നല്ലോ. അയാൾ CPM ചേർന്നിട്ട് ഇപ്പോൾ 3-4 വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഈ കാലയളവിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തിയും വിശ്വാസവും ആചാരങ്ങളും അയ്യപ്പ മന്ത്രം ചൊല്ലുന്നതൊക്കെ മറന്നുപോയി എന്ന് കരുതാൻ കഴിയില്ല. അപ്പൊ പാർട്ടി നേതാക്കന്മാരെ, യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ അയ്യപ്പനെ സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കുന്ന പാർട്ടി നേതാക്കന്മാർക്ക് അപ്രിയമുണ്ടാകരുത്. അയ്യപ്പനെ അല്ല അവിടെ ദൈവമായിട്ട് പ്രശാന്ത് കണ്ടത്, അവിടെ പിണറായി വിജയനെയാണ് ദൈവമായി കണ്ടത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പ്രതിഷ്ഠയെ, ആ ആരാധനാമൂർത്തിയെ തൃപ്തിപ്പെടുത്താനും സുഖിപ്പിക്കാനും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പ്രശാന്ത് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അത് പ്രശാന്തിനെ പോലെ ഒരാൾക്ക് അതേ ചെയ്യാൻ കഴിയൂ. കാരണം അയാൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഒരു വക്താവാണ്. ഇപ്പൊ അദ്ദേഹത്തിന് വേണ്ടത് CPM നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തുകയാണ്. അല്ല, അയ്യപ്പനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല അയ്യപ്പ സംഗമം നടത്തിയത്. ശബരിമല രക്ഷിക്കാൻ വേണ്ടിയല്ല അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമം നടത്തി അതിന്റെ പേരിൽ കോടികൾ വാരിക്കോരി ചെലവഴിച്ചതിന്റെ കണക്ക് ഈ പ്രശാന്തിന് പറയേണ്ടി വരും നാളെ. അദ്ദേഹം ചെയ്ത എല്ലാ ദുഷ്പ്രവർത്തികളും ദുർമാർഗത്തിലൂടെയാണ് അയ്യപ്പ സംഗമം അവിടെ നടത്തിയിട്ടുള്ളത്. 7 കോടി രൂപ ചെലവഴിച്ചിട്ട് 632 പേരെ വന്നു. അതൊരു മഹാസംഭവമായി പോയി എന്ന് പ്രശാന്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കാനും അത് വിശ്വസിക്കാനും അവിടെ കഴിയില്ല. അവിടെ ഉണ്ടാക്കിയ ബാഡ്ജ് 10,000 പേർക്ക് ബാഡ്ജ് ഉണ്ടാക്കി. ഇവിടെ വരുന്ന 4,500 പേർക്ക് കൊടുക്കാനുള്ള സാമൂഹ്യം ഇതെല്ലാം കത്തിച്ച് കളയുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തത്. അത് നേതൃത്വം കൊടുത്ത ആളാണ് PS പ്രശാന്ത്. ഇതിനെല്ലാം നാളെ അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. ശ്രീ പഴകുളം മധു, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഖേദപ്രകടനത്തെ ആ അർത്ഥത്തിൽ എടുക്കാൻ തയ്യാറാകുന്നില്ല കോൺഗ്രസ്.